ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് എല്ലാവർക്കും അത്യന്താപേക്ഷിതമായിട്ട് ഉപയോഗിക്കുന്ന വീട്ടുപാത്രങ്ങളും അങ്ങനെ ഓരോ സാധനങ്ങളുടെയൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഒരു മാനുഫാക്ചറിങ്ങും പിന്നെ അതിൻ്റെ ഡീലറും ഹോൾസെയിൽ ബിസിനസ്സും പിന്നെ റീറ്റെയിലായിട്ടും ഒരു എല്ലാം ബിസിനസ് ചെയ്യണവർക്ക് ഷോറൂമും കടയൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്ഥലം ബാംഗ്ലൂരത്തെ മാഗടി റോഡ് എന്ന് പറയും, ആ ഏരിയയിലാണ് ഈ സ്ഥലം ഉള്ളത്. ഒരു ഭയങ്കര ഒരു സൂപ്പർ ഒരു ഏരിയയാണ്, നല്ല ഇൻഡസ്ട്രിയൽ ഏരിയയാണിത്. അവിടെയാണ് അവരുടെ ഈ സ്ഥലമുള്ളത് കേട്ടോ. ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ മാനുഫാക്ചറിങ് ചെയ്ത് അവരവിടെ അവരുടെ ഒരു ഔട്ട്ലെറ്റ് പോലെ ഉണ്ട്, ഒരു ഷോറൂമുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഹോൾസെയിലായിട്ടും മേടിക്കാം, റീറ്റെയിലായിട്ടും കിട്ടും എല്ലാ സാധനങ്ങളും കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കണതൊക്കെ ഒന്ന് കാണിക്കുകയാണ് എങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന്. അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിക്കോ. കണ്ടില്ലേ, ഈ സാധനങ്ങളൊക്കെയാണ് പോളിഷൊക്കെ ചെയ്ത് വരുമ്പോൾ അടിപൊളി നല്ല തിളങ്ങണ പാത്രങ്ങളായി തീരുന്നത് കേട്ടോ. അതൊക്കെ ഉണ്ടാക്കുകയാണ്. ഒരു ചെറിയൊരു ഇൻഡസ്ട്രിയൽ ബിസിനസ് പോലെയാണ് നടത്തുന്നത് കേട്ടോ. എന്നാലും ഓരോ സെക്ഷനായിട്ട് ഓരോ ഏരിയയിൽ അടുത്തടുത്തായിട്ട് ഓരോ ഏരിയയിലുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല കടകളിലേക്കൊക്കെയാണ്, ഇവിടെയും നമ്മുടെ ബാംഗ്ലൂരുള്ള ഹോൾസെയിൽ ഡീലർമാർക്ക് ഇവരാണ് ഇവിടുന്ന് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടു. ഹോൾസെയിലായിട്ടൊക്കെ സാധനങ്ങളൊക്കെ ഇവരുടെ അടുത്ത് പിന്നെ മേടിക്കാൻ നമുക്ക് കുറച്ച് റീസണബിളായിട്ടുള്ള റേറ്റിന് കിട്ടും ചെയ്യും. നല്ല നല്ല സാധനങ്ങൾ എല്ലാ കളക്ഷനും ഉണ്ട് ഇവരുടെ അടുത്ത്. എത്ര വേണമെങ്കിലും സാധനങ്ങൾ നമുക്ക് മേടിക്കാം. ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു പീസ് മാത്രമല്ല, എത്ര പീസ് വേണമെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് കിട്ടും. കണ്ടില്ലേ, പോളിഷിങ് ചെയ്ത് വെക്കണം. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ഈ ഇരിക്കുന്ന സാധനമാണ് ഇപ്പോൾ റെഡി ആക്കിയിട്ട് പോളിഷൊക്കെ ചെയ്ത് വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇതുണ്ട്, ഇതൊക്കെ കണ്ടില്ലേ ഉണ്ടാക്കി. ഇതാണ് ഫസ്റ്റ് ഉണ്ടാക്കണത്. ബ്ലാക്ക് ആയിട്ടുണ്ടാവും ഇതേപോലെ. അത് പിന്നെ പോളിഷൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല തിളങ്ങണ സ്റ്റീൽ പാത്രമാവും. അങ്ങനെ ഉണ്ടാക്കണ ഒരു സ്ഥലമാണ് കേട്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് നിങ്ങൾക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അതിനുവേണ്ടി ഇട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ഈ സ്ഥലം, ഞാൻ ഇതിൻ്റെ ഫോൺ നമ്പറും ഇതിൻ്റെ അഡ്രസ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ബൾക്കായിട്ട് നിങ്ങൾ ഇപ്പോൾ സ്റ്റീൽ പാത്രത്തിൻ്റെയൊക്കെ കട നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ കടയിലേക്കുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച തരും. നിങ്ങൾക്ക് എവിടെയാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ് ഇവർ ചെയ്തു തരും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. പിന്നെ അതോടൊപ്പം ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ഭയങ്കര ലേറ്റായിട്ടാണ് വരുന്നത്. അധികം വീഡിയോകളൊന്നും ഇടാറില്ല. നമുക്ക് അങ്ങനെ പോയി എടുക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല. പിന്നെ അതേമാതിരിയുള്ള നമുക്ക് എല്ലാവരും കാണുന്ന മാതിരിയുള്ള കണ്ടൻറ്റൊക്കെ വേണമല്ലോ. അത് കാരണം ഞാൻ അങ്ങനെ കുറേ ലേറ്റായിട്ടാണ് വീഡിയോകളൊക്കെ ഇടുന്നത്. കാണുന്നവർ മറക്കാണ്ട് എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതോടൊപ്പം ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോകളുടെയൊക്കെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മറക്കാണ്ട് ചെയ്യണം കേട്ടോ. ചാനലിൻ്റെ പേര് അറിയാമല്ലോ, ട്രാവലറെല്ലാന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക. പോളിഷൊക്കെ ചെയ്ത് അതിൻ്റെ ഹാൻഡിലൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ച് അങ്ങനെയുള്ള പരിപാടികളാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സാധനം നിങ്ങളവിടെ വന്നിട്ട് നോക്കിയിട്ട് എത്ര പീസ് വേണം, നിങ്ങൾക്ക് ബൾക്കായിട്ട് എത്ര വേണമെന്ന് പറഞ്ഞാൽ അവർ സമയം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അവർ റെഡിയാക്കി തരും. അങ്ങനെയുള്ളൊരു സെറ്റപ്പുള്ളൊരു ആൾക്കാരാണ്, കടയാണ് കേട്ടോ. ഉണ്ടല്ലേ, ഇങ്ങനെയുള്ള സാധനമാണ് കുറച്ച് കഴിയുമ്പോൾ നല്ല തിളങ്ങണ പാത്രമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തണത്. ആ ഷോറൂമിലിരിക്കുന്നതൊക്കെ അങ്ങനത്തെ സാധനമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷോറൂമിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി പരിപാടിയാണ്, കാണേണ്ടതാണ്. ഭയങ്കര സൗണ്ടാണ് ഇവിടെ. ഞാൻ അത് കാരണം ആ സൗണ്ടൊക്കെ മ്യൂട്ട് ചെയ്തേക്കാണ്. ഭയങ്കര ഒച്ചയാണ് അതിൻ്റെ അകത്ത്. കയറി കഴിഞ്ഞാൽ അടിക്കലും വെൽഡ് ചെയ്യണതിൻ്റെയും പോളിഷ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ട്. ആ സൗണ്ടൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ്. അത് കാരണം ആ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല. ഇതാണ് ഷീറ്റ്. ഈ ഷീറ്റ് കട്ട് ചെയ്തിട്ടാണ് ഓരോ പാത്രത്തിൻ്റെ അളവിനുള്ള ഷീറ്റ് അവർ കട്ട് ചെയ്യണം കേട്ടോ. ഈ ഷീറ്റാണ് പിന്നെ അതിൻ്റെ ഷേപ്പിൽ അവർ വെൽഡ് ചെയ്തും വളച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പോളിഷ് ചെയ്ത് നമ്മുടെ മുമ്പിലെത്തുമ്പോൾ അടിപൊളി തിളങ്ങണ സ്റ്റീൽ പാത്രമാണത്. പ്ലേറ്റുകളും ഗ്ലാസ്സുകളും കുടവും പിന്നെ ചെമ്പുകൾ, ബിരിയാണി ചെമ്പ്, അങ്ങനെയുള്ള എല്ലാ പാത്രങ്ങളും A to Z സ്പൂണിലിരുന്ന് എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് ഉണ്ടാക്കണേ കേട്ടോ. അതിന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇതാണ്. ഇത് കണ്ടില്ലേ, ഈ പാത്രമൊക്കെ അതേപോലത്തെ ഷീറ്റ് കട്ട് ചെയ്ത് അവർ ഷേപ്പ് ചെയ്ത് എടുത്തിട്ട് പോളിഷ് ചെയ്താണ് ഈ സാധനം. കണ്ടില്ലേ, ഇതിപ്പോൾ ഓരോ കടകളിലേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ റെഡിയാക്കി അവർ വെച്ചേക്കാണ്. ഇത് ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെയാണ് ബ്ലാക്ക് കളറായി. ഇത് കേട്ടോ, ഇത് ഏതോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ലോഡ് ചെയ്തേക്കാണ് കേട്ടോ. ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ടെമ്പോലും നിങ്ങൾക്ക് പിന്നെ വലിയ ട്രക്കുകളുടെ വലിയ വണ്ടികളിലൊക്കെ അതെ. ഇതാണ് മഹാദേവ് മെറ്റൽസ് ഇൻഡസ്ട്രീസ് എന്നാണ് ഇവരുടെ പേര് കേട്ടോ. ഒരു അഡ്രസ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫോൺ നമ്പറും ഞാൻ കൊടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി കോൺടാക്ട് ചെയ്യാമല്ലോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ മേടിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും കട നടത്തുന്നവർക്കൊക്കെ ആണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല റീസണബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അവർ മാനുഫാക്ചർ ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും കേട്ടോ. ഇതാണ് ഈ കടയുടെ
ഇതാണ്, എൻട്രൻസ് ആണിത്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ താഴത്തും മുകളിലൊക്കെ ആയിട്ട് ഭയങ്കര വലിയൊരു ഏരിയയാണ്. പുറത്ത് നോക്കുമ്പോൾ കാണുമ്പോൾ ചെറിയൊരു കടയായിട്ടേ തോന്നുള്ളൂ. ഇത് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ഏരിയ ഉണ്ട്. അവിടെ പിന്നെ ഈ പ്രസ്റ്റീജിൻ്റെയും ബജാജിൻ്റെയും ഒക്കെ നമ്മുടെ ഹോട്ട് ബോക്സ്, പിന്നെ ഫ്ലാസ്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതും വേറെ അവർ അതിൻ്റെ ഒരു ഏജൻസി ഉണ്ട് ഇവർക്ക്. അതും നമുക്ക് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് ബൾക്കായിട്ട് മേടിക്കാൻ പറ്റും. പിന്നെ ഇവരുടെ ഓൺ സാധനങ്ങളാണ്. സ്റ്റീലിൻ്റെ സാധനങ്ങളുണ്ട്, പിന്നെ ബ്രാസിൻ്റെ, പിത്തളയുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഈ പൂജയ്ക്കും പിന്നെ അതിനൊക്കെ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, വിളക്കുകൾ, എല്ലാ സാധനവും. സ്പൂൺ കിട്ടും, അതെ, സ്പൂണ്, ലൈറ്റർ, പിന്നെ കുക്കറിൻ്റെ വെയിറ്റ്, പിന്നെ ഇവിടുത്തെ ഈ ബാംഗ്ലൂർ കർണാടകയിൽ ഉണ്ടാക്കുന്ന ഒരു സൈസ് ഇഡ്ഡലിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇഡ്ഡലി പാത്രം അതൊരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ പാത്ര സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഇപ്പോൾ അധികം ആൾക്കാർ ഈ പ്ലാസ്റ്റിക്കും നോൺ സ്റ്റിക്കൊക്കെ അധികം യൂസ് ചെയ്യാണ്ട് ഇപ്പോൾ അധികം സ്റ്റീൽ, പിന്നെ പഴയ സൈസ് പഴയ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് കാരണം സ്റ്റീൽ പാത്രങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഇതാ കണ്ടില്ലേ, ഈ ബ്രാസിൻ്റെ, പിച്ചളയുടെയൊക്കെ സാധനങ്ങൾ ഇഷ്ടം വരെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവരുടെ അടുത്ത് കണ്ടമാനുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇത് സ്പൂണ്, കയ്യിലുകൾ, എന്തൊക്കെ വേണോ അതന്നെ പറഞ്ഞില്ലേ, A to Z നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും സംസാരിക്കണില്ല, നിങ്ങളൊക്കെ ഇതൊന്നും കാണുക കേട്ടോ. കാണാൻ്റെ ഒപ്പം പറഞ്ഞ മാതിരി എൻ്റെ ചാനലൊക്കെ ഒന്ന് ആദ്യമായിട്ട് കാണാറൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പഴയ ആൾക്കാരുടെ സബ്സ്ക്രൈബർമാരാണെങ്കിൽ എൻ്റെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ. അതോടൊപ്പം ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. കണ്ടില്ലേ എന്തൊക്കെ സാധനങ്ങളാണ്, പ്ലേറ്റ് തൊട്ട് ഇതൊക്കെ പ്ലേറ്റുകളുടെ ഒരു ഏരിയ ആണിത്. ഏതൊക്കെ ടൈപ്പിൽ, ഏതൊക്കെ ഡിസൈനിൽ, ഏതൊക്കെ സൈസിലുള്ള സാധനമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. കണ്ടില്ലേ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, നമ്മുടെ ടിഫിൻ ബോക്സുകൾ, തൂക്കുപാത്രങ്ങൾ, എന്താ പറയേണ്ടത്, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഉള്ളൂ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങൾ എന്തൊക്കെയാണെന്ന്. അതേപോലെയുള്ള കംപ്ലീറ്റ് സാധനം, ഫുഡ് കുറ്റി, എല്ലാ സാധനം A to Z സാധനങ്ങൾ. ഇനിയൊന്നും ഇങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഓരോന്നോരോന്നിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ കടയിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് ഒരു പീസല്ല, നിങ്ങൾക്ക് എത്ര പീസുകളെന്ന് പറഞ്ഞാൽ അവർ റെഡിയാക്കി തരും. ഇത് ഈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കണ ഇതാണ്, പാത്രമാണിത്, നെറ്റ് പോലത്തെ. കണ്ടാ, നിറയെ ആൾക്കാർ വന്ന് ഇവിടുന്ന് മേടിച്ചിട്ട് കൊണ്ടിട്ടാ, റീറ്റെയിലായിട്ടും പിന്നെ അവരുടെ കടകളിലേക്ക് ഹോൾസെയിലായിട്ടൊക്കെ ഇവിടുന്ന് ബുക്ക് ചെയ്ത് എത്ര പീസ് കിടന്നുണ്ട് അതൊക്കെ വന്ന് ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ട്. ഭയങ്കര ഒരു നല്ലൊരു കടയാണിത്. അപ്പോൾ ഇത് മറക്കാണ്ട് ഇതൊക്കെ ഒന്ന് കാണാം കേട്ടോ, കണ്ട് ഇതൊന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റാണ് കേട്ടോ. അത് കാരണം അവരുടെ അടുത്ത് എന്തൊക്കെ മാനുഫാക്ചർ ചെയ്യണം അതൊക്കെ ഇവിടെ ഈ ഇതിൽ കാണാൻ പറ്റും ഇവിടെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് മേടിക്കാം. അതാണിത്, അവരൊരു ഫാക്ടറി ഔട്ട്ലെറ്റായിട്ടാണ് ഇത് വെച്ചേക്കണത്. അപ്പോൾ കസ്റ്റമർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇതൊക്കെ നോക്കാൻ ആവശ്യമുള്ളവർക്ക് റീറ്റെയിലായിട്ടൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് മേടിക്കാം, ഹോൾസെയിലാണൊക്കെ ഇവിടെ വന്ന് ബുക്ക് ചെയ്തിട്ടൊക്കെ പോകാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഔട്ട്ലെറ്റാണിത്. പിന്നെ ഈ ഹോട്ടൽ നടത്തുന്നവർക്ക് ഹോട്ടലിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കേട്ടോ, ഈ പാത്ര സാധനങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും എത്ര പീസ് വേണമെങ്കിലും ഇവിടുന്ന് മേടിക്കാം. അതൊക്കെ റെഡിയാക്കി ഇട്ട് കൊടുന്ന്. പിന്നെ ഈ കല്യാണങ്ങൾക്കൊക്കെ ആവശ്യത്തിന് യൂസ് ചെയ്യണവർക്ക്, പിന്നെ ഈ കാറ്ററിംഗ് നടത്തുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ബൾക്കായിട്ടൊക്കെ എത്ര വലിയ പാത്ര സാധനങ്ങൾ വേണമെങ്കിലും ഒരു റെഡിയാക്കി തരും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ, പിന്നെ ഈ നമ്മൾ കല്യാണം കഴിച്ച് മക്കൾക്കൊക്കെ പിന്നെ ഒരു വീടിന് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കില്ല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ അവർ അതൊക്കെ അറേഞ്ച് ചെയ്ത് തരും. നമുക്ക് എത്ര പീസ് അതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അവരെല്ലാം അറേഞ്ച് തരും കേട്ടോ. പിന്നെ നമുക്ക് ചിലർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമെന്നൊക്കെ പാത്രങ്ങളിലൊക്കെ പേര് എഴുതി പിന്നെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ അതിൻ്റെ ഉള്ളിൽ ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ അവർ ചെയ്തു തരും. നമ്മളത് വന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരതൊക്കെ ചെയ്തു തരാൻ റെഡിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും കുറേ പ്രാവശ്യം ഈ സ്ഥലത്തൊന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കാൻ കാണാം. പിന്നെ അതിൻ്റെ ഓരോ ഫാക്ടറികൾ, അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ കടകൾ നടത്തുന്നവർക്കാണെങ്കിൽ ഭയങ്കര നല്ലൊരു സ്ഥലമാണിത്, നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനം. പിന്നെ ഇവിടെ സ്റ്റീൽ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓൾമോസ്റ്റ് അധികം സാധനങ്ങൾ ഇവർ തൂക്കിയാണ് കൊടുക്കുന്നത് കേട്ടോ. കിലോ കണക്കാണ് റേറ്റ്. ഒരു 240 രൂപ തൊട്ട് 480 രൂപ വരെ ഉണ്ട്. ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റാണത്, കിലോ കണക്കിന് കേട്ടോ. പിന്നെ സിംഗിൾ പീസുകളുടെ സാധനങ്ങളുണ്ട്. സിംഗിൾ പീസിന് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ, അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ പീസ് കണക്കിനുണ്ട്. അധികം ഒരു തൂക്കിയാണ് കൊടുക്കുന്നത്, കിലോ കണക്ക് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി അത് എങ്ങനത്തെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് അതിൻ്റെ വില. സ്റ്റാർട്ടിങ് 240 രൂപ വെച്ചിട്ടാണ് കിലോന് ഇവിടുത്തെ റേറ്റ് കേട്ടോ. അത് 480 രൂപ വരെ ലാസ്റ്റ് റേറ്റാണ്.
1 കിലോന്. അത് ക്വാളിറ്റി ഏതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് അതേപോലെ ഇതൊക്കെ പോളിഷിങ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അപ്പുറത്ത് കണ്ടത്. അതുമാതിരി പിച്ചള പാത്രങ്ങളുണ്ട്, ചെമ്പ് പാത്രങ്ങളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇത് പറ്റേ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, പ്രസ്റ്റീജിൻ്റെയും ബജാജിൻ്റെയൊക്കെ അവരുടെ കമ്പനി ഐറ്റം സാധനങ്ങൾ, നല്ല സ്റ്റൗ, പിന്നെ കാസറോളുകൾ, മിക്സികൾ, ഫ്ലാസ്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ ഒരിടത്തൊരു ഏരിയ ഫുള്ളായിട്ട് അത് തന്നെയുണ്ട്. അതൊക്കെ MRPനെ കാട്ടി ഒരു 25-30% ഡിസ്കൗണ്ടിൽ കൊടുക്കും. എല്ലാ കമ്പനി സാധനങ്ങളാണ് കേട്ടോ. അതും എത്ര പീസ് വേണമെങ്കിലും നമ്മൾ പറഞ്ഞ അവരുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അത്ര നിറയെ ഭയങ്കര വലിയ ഏരിയയാണ് എൻ്റെ അകത്ത്. കട പുറത്ത് നോക്കുമ്പോൾ കാണുമ്പോൾ ചെറിയ കടയാണ് കേട്ടോ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ കടയാണ്. നമുക്ക് ഓരോ സാധനങ്ങൾ എത്ര പീസ് വേണമെന്ന് പറഞ്ഞാൽ അവരപ്പോഴത്തെ സാധനം എടുത്ത് തരും, അല്ലെങ്കിൽ അവരുടെ ഗോഡൗൺ വേറെ ഉണ്ട്, അവിടെ നിന്ന് കൊണ്ടുവന്ന് തരും. പിന്നെ ആ ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ, അവർ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലമൊക്കെ അടുത്തടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത് കാണേണ്ട ഒരു സ്ഥലമാണ്. ഇത് കടയും അതുപോലെയാണ്, നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും. പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങൾ മേടിക്കാം. അതുമാതിരി കടകളിലേക്ക്, ഹോട്ടലുകാർക്ക്, അങ്ങനെ എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സാധനങ്ങളും നല്ല റേറ്റിൽ നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ കൊടുത്ത് മേടിക്കാം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ ഒക്കെ നിങ്ങളുടെ റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരും കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരാൻ കാണാം, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. അവർ കടക്കാരാണെങ്കിൽ കടക്കിൽ വേണ്ട സാധനങ്ങളും, അതേമാതിരി നമുക്ക് ഈ ആവശ്യമുള്ള സാധനം അവിടെ റെഡി ഇല്ലെങ്കിൽ അവരോട് ഓർഡർ എടുത്ത് എത്ര ദിവസത്തിനുള്ള റെഡിയാക്കി എത്തിച്ചു തരും. അങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട് കേട്ടോ. ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ മേഖലയാണിത്. ഇത് കണ്ടില്ലേ, ടിഫിൻ ബോക്സുകൾ റൗണ്ടായിട്ടുള്ളത്. അത് സൈസിൽ അതിങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ 6 അടി 7 അടി ഹൈറ്റിനുള്ള ടിഫിൻ ബോക്സുകളൊക്കെ അവർ ഉണ്ടാക്കിയിരുന്ന പറഞ്ഞാൽ ഒരെണ്ണമല്ല കേട്ടോ, പീസായിട്ട്. ഈ ചില സ്ഥലങ്ങളിൽ ഈ ബോംബെയിലൊക്കെ ഉണ്ട് അങ്ങനെ ഈ ടിഫിൻ കാരിയർ ഓരോ ഓഫീസുകളിലേക്ക് ചോറൊക്കെ കൊണ്ടുപോകണത്. പിന്നെ ഈ ഹോട്ടലുകളിൽ നിന്ന് കല്യാണ സ്ഥലത്തൊക്കെ ഉണ്ടാവും വലിയ വലിയ ടിഫിൻ ബോക്സ് 4-5 അടുക്കായിട്ടൊക്കെ ഇല്ല, അതൊരു 6 അടി 7 അടി ഹൈറ്റിലുള്ളതൊക്കെ അവരുടെ അടുത്തുണ്ട്, അവർ ഉണ്ടാക്കി തരും പറഞ്ഞാലും. ഇതുണ്ടല്ലേ ഈ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പോളിഷ് ചെയ്യലും ചെക്കിങ്ങും ഒക്കെയാണ് പാത്രങ്ങൾക്ക് വല്ല പരിപാടിയുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ പോളിഷ് ചെയ്യണത്, അങ്ങനെയുള്ള ഒരു ഏരിയയാണിത്. പിന്നെ അതിന് പോളിഷൊക്കെ ചെയ്തിട്ട് അവർ സ്റ്റിക്കർ ഒട്ടിക്കും. ഏതെങ്കിലും കടക്കാർക്കാണെങ്കിൽ അവരുടെ ബ്രാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് അതിനുണ്ടാക്കി തരും. ഇതിപ്പോൾ ആർക്കും ഓർഡറിന് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയിട്ട് അത് പോളിഷ് ചെയ്ത് ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ ഇത്. പോളിഷ് ചെയ്യുന്ന ഏരിയയാണിത്. ഉണ്ടല്ലേ, എത്ര സാധനങ്ങളാണ് നോക്കി, ലോഡ് കണക്കുന്ന സാധനങ്ങളാണ്. ഉണ്ടല്ലേ, ഇതേതോ കടക്കാർക്ക് ആർക്കും ഇത് ഓർഡറാണിത്. അപ്പോൾ അതിനുവേണ്ടി അവർ ഫൈനൽ ടച്ചപ്പാണ്, പോളിഷ് ചെയ്തിട്ട് അതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് പിന്നെ അത് ഇവിടുന്ന് ലോഡ് ചെയ്ത് അവർക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെയുള്ളൊരു പരിപാടിയിലാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നിങ്ങൾ ഈ ബാംഗ്ലൂരിലുള്ളവരാണെങ്കിൽ വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുറത്തുള്ളവരാണെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. നിങ്ങളെന്തെങ്കിലും കട നടത്തുന്നവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ടുള്ള നിങ്ങൾക്ക് ലൊക്കേഷനിൽ തരും, അയച്ചു തരും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്ന് ചേരാം. പിന്നെ അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ മറക്കാണ്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുമാതിരി കമൻറ്റ് വയ്ക്കണം, ഷെയറും ചെയ്യണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾക്ക് കുക്ക് ചെയ്യുന്ന സാധനങ്ങളാണിത്. ഹോട്ട് ബോക്സ് മാതിരി അതിൻ്റെ മൂടിയാണ് കുറച്ച് വലുതാണ്. ചെറിയ ഒരു 3-4-5-6 പേർക്കൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിലുണ്ടാക്കാം. അങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല വെയിറ്റുള്ള നല്ലൊരു പാത്രമാണിത്, അടിപൊളിയാണിത്. നല്ല വെയിറ്റൊക്കെ ഉണ്ട്, നല്ല സ്ട്രോങ് ആണ്. ഇതാണ് ഇഡ്ഡലി. ഇവിടുത്തെ ബാംഗ്ലൂർക്ക് ഫേമസ് ആണ് ഇഡ്ഡലി കേട്ടോ. ഈ പാത്രം ഇങ്ങനെ ഇവിടുത്തെ എല്ലാ വെജിറ്റേറിയൻ ഹോട്ടലിലും ഇങ്ങനത്തെ വലിയ പാത്രം ഉണ്ടാവും. ഇവിടുത്തെ ഇതാണ്, ഇതൊരു തട്ട് ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ഭയങ്കര ഫേമസ് ആണ്. കണ്ടില്ല, അതിൻ്റെ ഒരു പ്ലേറ്റാണ് കേട്ടോ. ഒരു ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഒരേ ഇഡ്ഡലിയല്ലേ ഒഴിക്കുള്ളൂ. അങ്ങനത്തെ തട്ട് ഇഡ്ഡലി എന്ന് പറയും. പിന്നെ ഇത് സാധാരണ ഇഡ്ഡലി. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞാൽ മേടിച്ച് വീട്ടിലേക്ക് വേണ്ടിയിട്ട് അടിപൊളി നന്നായിട്ടുണ്ട് കാണാനും. നല്ല സൂപ്പർ സാധനമാണിത് കേട്ടോ. ഇത് തട്ട് ഇഡ്ഡലിയുടെ പ്ലേറ്റാണ്. ഇതിലൊരു 6 സാധാരണ ഇഡ്ഡലിയുടെ ട്രൈ ഉണ്ട്, തട്ട് ഇഡ്ഡലിയുടെ ഒരു ട്രൈ ഉണ്ട്. അങ്ങനെ ഒരു 7 ഉണ്ടാവും മൊത്തത്തിൽ. അടിയിൽ വെള്ളം ഒഴിക്കും, അവിടെ ആ കൈ കാണിക്കണുണ്ടാവില്ല, അവിടെയാണ് വെള്ളം ഒഴിക്കുന്നത്, ചൂടുവെള്ളം ഒഴിക്കുന്നത്. ഇത് പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ടിങ് ഇതാണ്. കട്ടിങ് നമ്മൾ വെജിറ്റബിൾ ഇതൊക്കെ മീനൊക്കെ വേണമെങ്കിൽ മുറിക്കണമെങ്കിൽ നമ്മൾ കിച്ചണിലെ സ്ലാബിൻ്റെ മുകളിൽ പണ്ട് പ്ലാസ്റ്റിക്കിൻ്റെയും മരത്തിൻ്റെയും ഒക്കെ യൂസ് ചെയ്യണം. ഇപ്പോൾ അതേപോലത്തെ സ്റ്റീലിൻ്റെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ സ്ലാബിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അനങ്ങുമില്ല. പിന്നെ ഉണ്ടല്ലേ മുറിക്കാനൊക്കെ ആയിട്ട് അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. അടുത്തത് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ. അപ്പോൾ മറക്കാണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബായ്.